നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താങ്ക് യു. അപ്പോ നമ്മൾ തമ്മിലുള്ള ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. ചെമ്പകമംഗലത്ത് ഒരു ഈച്ചയോ പൂച്ചയോ അനങ്ങിയാൽ ആ വിവരം അപ്പൊ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും. മോളെ സാവിത്രി, ഇനി എനിക്ക് മരിച്ചാ മതി. അമ്മ എന്നെ സ്നേഹത്തോടെ മോളെന്ന് വിളിച്ചല്ലോ. അതിനെന്തിനാ സാവിത്രി കരയുന്നത്? എനിക്ക് അങ്ങനെ നന്ദിനി അടുത്തി ഒത്തിരി സങ്കടം വന്നാലും ഒത്തിരി സന്തോഷം വന്നാലും കരച്ചിൽ വരും. എന്റെ മകളെ ഓർത്ത് എനിക്കിപ്പോഴാ അഭിമാനം. എന്റെ അമ്മയ്ക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഒത്തിരി ഞാനായിട്ട് നഷ്ടപ്പെടുത്തി. അത് ഓർക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരിക. ഇനി നീ കരയണ്ട. ഇന്നലെ രാത്രിയില് കാർത്തിക്കിന്റെ അടുത്ത് വന്നിരുന്ന മൈഥിലിയെ നീ ശരിക്കും പൊരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവളവനെ കറക്കി വീഴ്ത്താൻ നോക്കുക. ഇവള് ബിസിനസ്സിലേക്ക് തിരിയുന്നു. അതിനുള്ള പണം കാർത്തി മുടക്കാമെന്ന്. തരികിടയോടെ തരികിട. ഞാൻ അതങ്ങോട്ട് പൊളിച്ചു. പിന്നെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവളുടെ ഉടായിപ്പ്. അവള് മുതലക്കുഞ്ഞിനെ അല്ലേ നീന്തൽ പഠിപ്പിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരമ്മയും അതിലും നല്ലൊരു അമ്മായി അമ്മയായി നീ മാറി. എന്റെ മോക്ക് അമ്മയുടെ അഭിനന്ദനങ്ങൾ. കൂടെ എന്റെയും കൂടെ ഒരു കൺഗ്രാറ്റ്സ്. മീനാക്ഷി കാർത്തിയെ വല്ലാതെ മാറ്റിയെടുത്തത്. അവന്റെ മൊരടൻ സ്വഭാവമൊക്കെ പോയി വളരെ നല്ലവനായി മാറിയതായിരുന്നു. വാസ്തവത്തില് അവര് രണ്ടുപേരും വളരെ സ്നേഹത്തോടെ മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ തുടങ്ങിയതാ. അപ്പോഴല്ലേ ഈ അപശകുനം പിടിച്ചവള് വന്നത്. മഹാമാരണം. അല്ല മോളെ, എനിക്കൊരു സംശയം. എന്താമേ? അല്ല, നമ്മുടെ കാർത്തിക്കിന് ഇപ്പോഴും ആ വൃത്തികെട്ടവളോട് വല്ല പ്രേമോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല. ACP മുത്തശ്ശിയുടെ കൊച്ചുമോനും ദേ ഇവരുടെ രണ്ടുപേരുടെ മകനോ. പക്ഷെ ACPയുടെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് എനിക്കേ അറിയൂ. കണ്ടോ കണ്ടോ, കൊച്ചുമകള് നമ്മളെ എല്ലാവരെയും കടത്തി വെട്ടിയമ്മേ. ഞാൻ പറഞ്ഞ സത്യ. ACPക്ക് അവളോടുള്ളത് വെറും സഹതാപം മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.